ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഇവൻറ്റ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. മക്രോണി കൊണ്ട് നല്ല കിടിലനായിട്ടുള്ള ഒരു ഷവർമയാണ് തയ്യാറാക്കുന്നത്. അതിനായി ആദ്യം നമുക്ക് മക്രോണി തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം തിളക്കാൻ വെക്കണം. മക്രോണി ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ചെറുതായി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ ഷവർമ തയ്യാറാക്കുന്നത് കൊണ്ട് മക്രോണി 3 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് തയ്യാറാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മക്രോണി തയ്യാറായിട്ടുണ്ട്, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. മയോണൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജാറിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയോട് കൂടി ചേർത്ത് കൊടുത്ത് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നമുക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ മയോണൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മക്രോണിയിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറുതായി കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരുന്നു, അതും കൂടി ചേർത്ത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് കക്കിരി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, ഇഷ്ടമാവുന്നവർ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഗരം മസാല കൂടി ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷവർമയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇനി ഒരു കുബൂസ് എടുത്ത് അതിലേക്ക് കുറച്ച് മയോണൈസ് പരട്ടി ഷവർമ മിക്സും കൂടി വെച്ച് സാധാരണ നമ്മൾ ഷവർമ തയ്യാറാക്കുന്നത് പോലെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത്. എല്ലാവരും മുമ്പത്തെ വീഡിയോ ഒക്കെ കാണുക, നല്ല സപ്പോർട്ട് വേണം. ഞാനിപ്പോൾ പുതിയതായി തുടങ്ങിയ ചാനലായതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കാണുന്ന എൻ്റെ ചാനലിലെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞാൻ ചെയ്ത റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും കൂടി എന്നെ അറിയിക്കുകയും വേണം. ഇതിപ്പോൾ റോൾ ചെയ്തെടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി ലഭിക്കുന്നതാണ്. Okay, bye. Thank you.